നമ്മുടെ ഭക്ഷണരീതിയിൽ ആവശ്യ പോഷകങ്ങളായ അന്നജം, മാംസ്യം, കൊഴുപ്പ്, വിറ്റമിൻസ്, മിനറൽസ് ശരിയായ അനുപാതത്തിൽ ലഭിച്ചാൽ ചർമ്മത്തിൻ്റെ പ്രവർത്തനത്തിന് അത് വളരെ ഉപകാരപ്പെടും. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ആലോചിക്കേണ്ടത് ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി എങ്ങനെ ഉണ്ടാകുന്നു. 3 തരത്തിലാണത്. 1, ഇംപ്രോപ്പർ ഇൻടേക്ക്, കഴിക്കുന്ന ഭക്ഷണത്തിൽ കുറവ്. 2, ഇംപ്രോപ്പർ അബ്സോർപ്ഷൻ, കഴിച്ച ഭക്ഷണത്തിൻ്റെ ആഗിരണത്തിൽ കുറവ്. 3, ഇംപ്രോപ്പർ യൂട്ടിലൈസേഷൻ. എങ്ങനെയായാലും വൈറ്റമിൻസ് അല്ലെങ്കിൽ മിനറൽസിൻ്റെ ഡെഫിഷ്യൻ സ്റ്റേറ്റസ് ആണ് നമ്മൾ എത്തുന്നത്. പലതരം അസുഖങ്ങൾ നമുക്ക് കാണാറുണ്ട്. ക്വാഷിയോക്കർ എന്നെ കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ടാവും. കുട്ടികളിൽ സാധാരണ കാണുന്ന ഒരു അസുഖമാണ്. പ്രോട്ടീൻ അഭാവം കൊണ്ട് നമ്മുടെ ചർമ്മം കറുത്തതാകുന്നു, മുടി കുറയുന്നു, മുടി കൊഴിച്ചിൽ, മുടിയിൽ നിറവ്യത്യാസങ്ങൾ, കൈയിൻ്റെയും കാലിൻ്റെയും മുട്ടിൻ്റെ പിൻഭാഗത്ത് ചെറിയ കുരുക്കളും തൊലി ഒരിഞ്ഞു പോകുന്നതും ഫ്ലേക്കി പെയിൻറ്റ് ഡെർമറ്റൈറ്റിസ് എന്നറിയപ്പെടുന്ന ഒരു കണ്ടീഷനായിട്ട് മാറുന്നു. ഇതേമാതിരി വൈറ്റമിൻ എ ഡെഫിഷ്യൻസി കുറയുമ്പോഴും ചെറിയ കുരുക്കൾ, ഫ്രൈനോഡേർമ എന്ന് പറഞ്ഞൊരു കണ്ടീഷൻ സ്കിന്നിൽ പ്രത്യക്ഷപ്പെടുന്നു. സിങ്ക് ഡെഫിഷ്യൻസീസിൽ ഓഫ് കോഴ്സ് നമ്മുടെ ഡെർമറ്റൈറ്റിസിൻ്റെ രൂപത്തിലാണ് ഡെഫിഷ്യൻസി കാണപ്പെടുന്നത്. അതുകൂടാതെ ചെറിയ നഖങ്ങളിൽ ചെറിയ വ്യത്യാസങ്ങൾ, മുറി ഉണങ്ങാൻ താമസം, മുടി കൊഴിച്ചിൽ, മുടി പെട്ടെന്ന് പൊട്ടുക എല്ലാം സിങ്ക് ഡെഫിഷ്യൻസിയുടെ ഒരു ലക്ഷണമായി കാണാറുണ്ട്. ഇതല്ലാതെ വൈറ്റമിൻ B12 ഡെഫിഷ്യൻസി, വൈറ്റമിൻ സി ഡെഫിഷ്യൻസി, എസൻഷ്യൽ ഫാറ്റി ആസിഡ്സ് ഡെഫിഷ്യൻസീസിലും പലതരം ചർമ്മരോഗ വ്യത്യാസങ്ങൾ കാണാൻ പറ്റും. പലതരം സ്കിൻ ഡിസീസസിൽ നമ്മുടെ ഡയറ്റ് ആ സ്കിൻ ഡിസീസസിനെ കൂട്ടുകയോ കുറയ്ക്കുകയോ ആയിട്ട് സംഭവിക്കുന്നത് നമ്മൾ കാണാറുണ്ട്. ഉദാഹരണത്തിന് മുഖക്കുരു, ആക്നി. മുഖക്കുരുവിന് പല കാരണങ്ങളുണ്ട്. ഡയറ്റിനും ഇതിലൊരു ചെറിയ പങ്കുണ്ട്. ഫുഡ്സ് വിത്ത് ഹൈ ഗ്ലൈസീമിക് ഇൻഡെക്സ് അല്ലെങ്കിൽ സിമ്പിൾ ഷുഗേഴ്സ് എന്ന് വെച്ചാൽ നമ്മുടെ രക്തത്തിൽ ഷുഗറിൻ്റെ ലെവൽ പെട്ടെന്ന് കൂട്ടുന്നുള്ള ഐറ്റംസ് ആക്നിയെ കൂട്ടാൻ സാധ്യതയുണ്ട്. പാലും പാൽ ഉൽപ്പന്നങ്ങളും ആക്നിയെ കൂട്ടുന്നതായി പറയുന്നു. രണ്ടാമത് സോറിയാസിസ്. ആൻറ്റി ഇൻഫ്ലമേറ്ററി ഫുഡ്സ് ആണ് നമുക്ക് സോറിയാസിസിന് പ്രത്യേകിച്ച് വേണ്ടത്. റെഡ് മീറ്റ് ഒഴിവാക്കുന്നത് നല്ലതാണ്. സ്വീറ്റ് പൊട്ടാറ്റോസ്, ടൊമാറ്റോസ്, പെപ്പേഴ്സ് ഒഴിവാക്കുന്നത് നന്നായിരിക്കും. പ്രോസസ്ഡ് ഫുഡ്സ്, ആർട്ടിഫിഷ്യൽ ഫ്ലേവേഴ്സ്, ഡയറി പ്രോഡക്ട്സ്, ആൽക്കഹോളും സോറിയാസിസിന് ഒഴിവാക്കുന്നത് നല്ലതാണ്. എസൻഷ്യൽ ഫാറ്റി ആസിഡ്സ് കണ്ടൻറ്റ് ഉള്ള ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്തുന്നത് നന്നായിരിക്കും. വേറെ ഒരു ഗുരുതരമായ ഒരു പ്രശ്നമാണ് പെംഫിഗസ്. ഇതിൽ തയോൾസ്, ഐസോതയോസയനേറ്റ്സ് ആൻഡ് ടാനിൻസ് അടങ്ങിയ ഭക്ഷണങ്ങൾ പെംഫിഗസിനെ കൂട്ടുന്നതായി പറയുന്നു. സോ വെളുത്തുള്ളി, ഉള്ളി, കടുക്, റെഡ് വൈൻ, ടീ, ബെറീസ് എല്ലാം ഒഴിവാക്കുന്നത് നന്നായിരിക്കും. ദ സ്കിൻ ഈസ് എ വിൻഡോ ടു ഇൻറ്റേർണൽ ഡിസീസ്. അപ്പോൾ നമ്മുടെ അകത്തുള്ള പ്രശ്നങ്ങൾ കാണാനൊരു മാർഗ്ഗമാണ് നമ്മുടെ ചർമ്മം. ഇതേ ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസീസ് പലതരത്തിൽ നമ്മുടെ സ്കിന്നിൽ മാനിഫെസ്റ്റ് ചെയ്യുന്നു, നമുക്കൊരു ഡയഗ്നോസ്റ്റിക് ക്ലൂ പ്രൊവൈഡ് ചെയ്യുന്നു.